പുതിയ ഒരു പരമ്പര ആരംഭിക്കുകയാണ്. പേര് കൊടുത്തിരിക്കുന്നത് സ്ട്രെങ്ത് ഫാബ്രിക്കേഷൻ മലയാളം എപ്പിസോഡ് എന്നാണ്. ഈ പരമ്പരയുടെ 1-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ഇത് എൻ്റെ 298-ാമത്തെ വീഡിയോയാണ്. എല്ലാ വീഡിയോകളും ലഭ്യമാകുന്നതിന് യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് സെർച്ചിങ് ടൈറ്റിലിൽ ജോസഫ് ജൂഡ് കാനാട്ട് നിക്കോളസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് സ്ട്രെങ്ത് ഫാബ്രിക്കേഷനെ കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ മലയാളം എപ്പിസോഡാണെങ്കിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് എപ്പിസോഡിൻ്റെയും ഹിന്ദി എപ്പിസോഡിൻ്റെയും പേര് ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്തുദ്ദേശത്തോടു കൂടി ഞാൻ ചെയ്യുന്നു എന്ന് ഏകദേശം മനസ്സിലാവും. ഈ സ്ട്രെങ്ത് ഫാബ്രിക്കേഷൻ മലയാളം എപ്പിസോഡിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ്റെ പേര് ബി ദ ഡോക്ടർ ഓഫ് അയൺ എന്നാണ്. വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്കറിയാം. എൻ്റെ ഒട്ടുമിക്ക ടൂൾ ബോക്സ് ടോക്കുകളിലും ഞാൻ പറയാറുള്ള ഒരു വാക്കാണ് ബി ദ ഡോക്ടർ ഓഫ് അയൺ. അയണിൻ്റെ, ഇരുമ്പിൻ്റെ, ലോഹത്തിൻ്റെ ഡോക്ടർ ആവുക. എന്താണ് ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം? ഒരു ഡോക്ടർ എങ്ങനെ രോഗിയെ അറിയുന്നുവോ അതുപോലെ ഒരു ഫാബ്രിക്കേറ്റർ, ഒരു ഫാബ്രിക്കേഷൻ എഞ്ചിനീയർ, ഒരു ഫാബ്രിക്കേഷൻ സൂപ്പർവൈസർ അറിഞ്ഞിരുന്നാൽ അയാൾ സാധാരണ ഒരു ഫാബ്രിക്കേറ്റർ അല്ല, ഫാബ്രിക്കേറ്ററുടെ ഫാബ്രിക്കേറ്ററാണ്. ഫാബ്രിക്കേറ്ററുടെ ഫാബ്രിക്കേറ്ററെ നാം എഞ്ചിനീയർ എന്ന് പറയുന്നു, സാധാരണ എഞ്ചിനീയർ അല്ല. അയാൾ ഫാബ്രിക്കേഷൻ എഞ്ചിനീയർമാരുടെ എഞ്ചിനീയറായിത്തീരുന്നു. അങ്ങനെയുള്ള വ്യക്തിയാണ് ശാസ്ത്രജ്ഞൻ, സയന്റിസ്റ്റ് എന്ന പേരിന് അർഹനാകുന്നത്. അപ്പോൾ മലയാളം എപ്പിസോഡിന്റെ പേര് സ്ട്രെങ്ത് ഫാബ്രിക്കേഷൻ മലയാളം എന്നാണെങ്കിൽ ഇതിന്റെ ഇംഗ്ലീഷ് വേർഷന്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് ബി ദ ഡോക്ടർ ഓഫ് അയൺ എന്നാണ്. ഡോക്ടർ രോഗിയെ അറിയുന്നത് പോലെ ലോഹത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി ആ ലോഹത്തെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഡോക്ടർക്കറിയാം രോഗിക്ക് ഏത് മരുന്ന് കൊടുക്കണം, ഏത് അളവിൽ കൊടുക്കണമെന്ന്. ഏത് മരുന്ന് കൊടുത്താൽ അതിന് മോശമായ പ്രതികരണം ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള രോഗത്തിന് ലേശമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ശമനമുണ്ടാകും എന്നെല്ലാം ഡോക്ടർ അറിയുന്നു. ഡോക്ടർ അറിയുന്നു അയാളുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയുണ്ട്, അത് ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന്. ഉത്തമനായ ഒരു ഡോക്ടറെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ രോഗിയെ അറിയുന്ന പോലെ പ്രഗത്ഭനായ ഡോക്ടർ എന്ന് തന്നെ ഞാൻ പറയുന്നു. ഇന്നലെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എന്തെങ്കിലും ചെയ്യണമെന്നും ഇന്ന് ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായി നാളെ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ഡോക്ടർ, പ്രതിഭാശാലിയായ ഡോക്ടർ രോഗിയെ അറിയുന്ന പോലെ എന്ന് പറയുന്നതായിരിക്കും ഉത്തമം. ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന ഡോക്ടറെ കുറിച്ചല്ല, ശമ്പളം വാങ്ങി പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രം വരുന്ന ഒരു ഡോക്ടറെ കുറിച്ചല്ല. ഈ വാക്ക് താതാത്മ്യം ഉള്ളതാണ്. ബി ദ ഡോക്ടർ ഓഫ് അയൺ എന്നുള്ളത് വേണമെങ്കിൽ ലേശം വ്യത്യാസം വരുത്തി ബി ദ പെരുന്തച്ഛൻ ഓഫ് അയൺ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് പെരുന്തച്ഛൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം? സാധാരണ തച്ചനല്ല പെരുന്തച്ഛനെന്ന് മലയാളത്തിലെ ഐതിഹ്യങ്ങളെ കുറിച്ചും
പെരുന്തച്ഛൻ എന്ന ആ വ്യക്തിയെക്കുറിച്ചും അറിവുള്ളവർക്കറിയാം. സാധാരണ തച്ചനിൽ നിന്ന് വ്യത്യസ്തമായി മരം കൊണ്ടും കല്ലുകൊണ്ടും ഏത് വസ്തുവും ഉണ്ടാക്കാനും വ്യക്തമായി അറിയുന്നൊരു വ്യക്തിയായിരുന്നു പെരുന്തച്ഛൻ എന്ന് പെരുന്തച്ഛൻ്റെ കഥയിലൂടെ അറിയാം. ഞാൻ നീട്ടി പരത്തി പറയുകയാണ്. എനിക്ക് ഈ ഒരു സീരീസ് വേണമെങ്കിൽ 1 2 എപ്പിസോഡിൽ തീർക്കാവുന്നതേയുള്ളൂ. പക്ഷേ അടുത്ത നിമിഷങ്ങളിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് തീർക്കുന്ന രീതിയിലല്ല ഈ സീരീസ് തുടങ്ങി വച്ചിരിക്കുന്നത്. ഓരോ പരമ്പരകളിലും, ഓരോ എപ്പിസോഡുകളിലും ഫാബ്രിക്കേഷൻ സംബന്ധമായിട്ടുള്ള ഓരോ പുതിയ ജ്ഞാനം നിങ്ങൾ നേടിക്കൊണ്ടേയിരിക്കും. ജ്ഞാനം നേടുന്നതിന് യൂണിറ്റ് എന്താണെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. അപ്രകാരം ഒരു യൂണിറ്റ് ഇല്ലതാനും. ഏറ്റവും കൂടുതൽ അപ്രകാരം ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഏത് വീഡിയോകളിലൂടെയും നിങ്ങൾ ഒരു യൂണിറ്റെങ്കിലും ജ്ഞാനം നേടിയിരിക്കും. അപ്പം ഞാൻ പരത്തി പറയുകയാണെങ്കിലും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഈ സ്ട്രെങ്ത് ഫാബ്രിക്കേഷനിലൂടെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വെർഷനായ ബി ദ ഡോക്ടർ ഓഫ് അയൺ ഇംഗ്ലീഷ് എപ്പിസോഡിലൂടെ, അല്ലെങ്കിൽ എൻ്റെ ഹിന്ദി പരിഭാഷയായ വേൾഡ്സ് സ്ട്രെങ്തിയസ്റ്റ് ബ്രിഡ്ജ്, അതായത് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ബ്രിഡ്ജ്, പാലം, അതാണ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. എത്ര വർഷങ്ങളെടുത്ത് ഫാബ്രിക്കേറ്റ് ചെയ്താലും ഇത് ആ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല എന്നറിയാം, പകരം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പരത്തി പറയുന്നു. ആ പരത്തി പറയുന്നതിലൂടെ നിങ്ങളുടെ അറിവ് വർദ്ധിക്കും. ഫാബ്രിക്കേഷൻ സംബന്ധമായിട്ടുള്ള വ്യത്യസ്തമായ ഫാബ്രിക്കേഷന്റെ തുടക്കം മുതൽ അവസാനത്തെ കമ്മീഷനിങ് വരെയുള്ള ഫാബ്രിക്കേഷന്റെ നിരവധി ഓപ്പറേഷനുകൾ പറഞ്ഞു പോരുന്നതിൻ്റെ ഇടക്ക് ഇതുപോലെ പുതിയ അറിവുകൾ തരുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കും. എല്ലാം ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിരിക്കും, ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. സ്ട്രെങ്ത് ഫാബ്രിക്കേഷൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്ട്രെങ്ത് ഉള്ളൊരു ഫാബ്രിക്കേഷൻ എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞ് തുടങ്ങുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ബി ദ ഡോക്ടർ ഓഫ് അയൺ. എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും ആകേണ്ടതാണ് ബി ദ ഡോക്ടർ, ഡോക്ടർ ആവേണ്ടതാണ്. എന്തിൻ്റെ? അയൺ. അല്ലാതെ ഞാൻ ഇരുമ്പിലും തുരുമ്പിലും ജോലി ചെയ്ത് ആർക്കോ വേണ്ടി ഓക്കാനിച്ച് എന്തോ കാണിച്ചു കൂട്ടി വൈകുന്നേരം 5 മണിക്ക് ജോലി നിർത്തി വീട്ടിൽ പോയി പൈസ കിട്ടി എന്തെങ്കിലും ചെയ്തു പോകുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി, സാധാരണ ഒരു എഞ്ചിനീയർ ആവുന്നതിൽ നിന്ന് വ്യത്യസ്തമായി, ശാസ്ത്രജ്ഞനാവുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തേക്ക് കടക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സ്ട്രെങ്ത് ഫാബ്രിക്കേഷൻ മലയാളം എപ്പിസോഡ് 1 സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഹിന്ദി വെർഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹിന്ദി വെർഷന്റെ പേര് വേൾഡ്സ് സ്ട്രെങ്തിയസ്റ്റ് ബ്രിഡ്ജ് എന്നാണ്. ഒരു ഫാബ്രിക്കേഷൻ മികച്ചതാണോ ഇല്ലയോ എന്നറിയുന്നതിനുള്ള 2-3 കാര്യങ്ങളിൽ ഒന്ന് ആക്യുറസി, കൃത്യത എന്നുള്ളത്. മറ്റൊന്ന് ഫിനിഷിംഗ്.
വേണമെങ്കിൽ അക്യുറസിയും ഫിനിഷിങ്ങും ബന്ധപ്പെട്ട് കിടക്കുന്നു, രണ്ടും വ്യത്യസ്തമല്ല എന്ന് പറയാമെങ്കിലും അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അത് പറയേണ്ട സന്ദർഭത്തിൽ പറയാം. നാം ഇന്ന് നമ്മളുടെ എപ്പിസോഡിന്റെ തുടക്കം പോലും ആയിട്ടില്ല എന്നുള്ളതിനാൽ ഇന്നിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഒരു ഫാബ്രിക്കേഷൻ മികച്ചതാണോ, അയാൾ നല്ല ഫാബ്രിക്കേറ്റർ ആണോ, നല്ല ഫാബ്രിക്കേഷൻ സൂപ്പർവൈസർ ആണോ, നല്ല ഫാബ്രിക്കേഷൻ എഞ്ചിനീയർ ആണോ, നല്ല ഫാബ്രിക്കേഷൻ സയന്റിസ്റ്റ് ആണോ അറിയുന്നതിൻ്റെ ഒരു ലക്ഷണം ആ ഫാബ്രിക്കേഷൻ ജോബിൽ ആക്യുറസി ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊന്ന് അതിൽ ഫിനിഷിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആക്യുറസിയും ഫിനിഷിങ്ങും ഉണ്ടായിരിക്കുന്നതോടൊപ്പം സ്പീഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പലർക്കും തെറ്റിദ്ധാരണ വരുന്നത് ആക്യുറസി കൂട്ടുമ്പോൾ ഫിനിഷിംഗ് കൂട്ടുമ്പോൾ സ്പീഡ് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. സ്പീഡിൽ എങ്ങനെ ചെയ്യാം? അക്യുറസി നഷ്ടപ്പെടുത്താതെ, ഫിനിഷിംഗ് നഷ്ടപ്പെടുത്താതെ. അതിന് ജിഗുകൾ ഉപയോഗിക്കേണ്ടി വരുമോ, ഫിക്സറുകൾ ഉപയോഗിക്കേണ്ടി വരുമോ, ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കേണ്ടി വരുമോ? അതൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ച് മുന്നോട്ട് പോകണം. അതനുസരിച്ച് മുന്നോട്ട് പോകണം. ആ ജിഗുകളെക്കുറിച്ചും ഫിക്സറുകളെക്കുറിച്ചും ഈ എപ്പിസോഡിൽ, ഈ പരമ്പരയിലെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു പോകും. അതാണ് ഈ പരത്തിപ്പറയുക, നീട്ടിപ്പറയുക എന്നുള്ളത്. അല്ലാതെ നമുക്ക് യാതൊരു അറിവും തരാത്ത ചില സോഷ്യൽ മീഡിയകളിലെ അറിവ് തരുന്ന ഫേസ്ബുക്കുകളുണ്ട്, അറിവ് തരുന്ന വാട്സപ്പുകളുണ്ട്, അറിവ് തരുന്ന ഗൂഗിൾ സെർച്ചിങ്ങുകളുണ്ട്. പകരം വെറും കളിതമാശ, അതുപോലും വിനോദത്തിനു പോലും ഉപകരിക്കാത്ത തമാശകൾ സോഷ്യൽ മീഡിയകളിലൂടെ എത്രയോ സമയമാണ് ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, സമയം സത്യനാശം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങുകയാണ്. സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പരിപൂർണമായിട്ടും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഈ അടുത്ത കാലത്ത് നമ്മളുടെ പ്രധാനമന്ത്രി ഒരു ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പേര് ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയുടെ മുകളിലൂടെയാണ്. പ്രത്യേകത, അതൊരു മലഞ്ചെരിവാണ്, പുഴയുള്ളത് താഴ്വാരത്താണ്. അതുകൊണ്ട് തന്നെ ആ റെയിൽവേ ബ്രിഡ്ജ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായി കണക്കാക്കുന്നു. നമ്മളും അതുപോലുള്ള ഒരു പാലമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലുള്ള ഒരു റെയിൽവേ പാലം നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഇനി ബ്രേസിംഗ് ഇപ്രകാരം കൊടുക്കണമോ എപ്രകാരം കൊടുക്കണമോ ഒന്നൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ കുറച്ച് ആമുഖം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു മലഞ്ചെരിവാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് പൊക്കത്തിലുള്ള ഒരു മലഞ്ചെരിവിൽ നിന്നുള്ള ഒരു താഴ്വരയാണ് നമ്മൾ, താഴ്വരയ്ക്ക് മുകളിലാണ് നമ്മൾ റെയിൽവേ ട്രാക്ക്, റെയിൽവേ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ വെള്ളമുണ്ട്. ഞാൻ വെള്ളം ഇവിടെ കാണിച്ചിട്ടില്ല, റഫായിട്ട് വരച്ചിരിക്കുക. വെള്ളമുള്ള പോയിന്റാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നതെന്ന് ഒന്ന് ഓർത്തിരിക്കുക. ഇത് താഴ്വാരത്തിന്റെ മുകളിലേക്ക് പോകുന്നു, അവസാനം മലഞ്ചെരിവ്, തുടർന്ന് അങ്ങോട്ട് പോകുന്നു. ഇവിടെയും താഴ്വര പുഴയാണ്. പുഴയുടെ ഭാഗം കുറച്ചേ ഉള്ളൂ. ആ പുഴയുടെ ലൈനാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അവിടെ നിന്ന് പൊങ്ങുന്നു, താഴ്വര പൊങ്ങി ഇത്രയും ഉയരത്തിൽ വീണ്ടും അതങ്ങ് തുടർന്ന് പോകുന്നു. അതിന് മുകളിലൂടെ ഒരു ബ്രിഡ്ജ്, റെയിൽവേ ബ്രിഡ്ജ് നമ്മൾ ഉണ്ടാക്കണം. ഈ റെയിൽവേ ബ്രിഡ്ജിന്റെ മുകളിലാണ് റെയിൽ മറ്റു സാമഗ്രികളും വയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ കാണുമ്പോൾ റഫായിട്ട് ഞാൻ വരച്ച സ്ഥിതിക്ക് നിങ്ങൾ കാണുമ്പോൾ ഒരു ചെറിയ ഒരു കപ്പ് പോലെയോ കോപ്പ പോലെയോ എന്തോ ഒരു ചെറിയ സാധനം പോലെ തോന്നുകയാണെങ്കിലും ഈ പാലത്തിന്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാലത്തിന് ഏകദേശം സ്പാൻ
സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? രണ്ട് സപ്പോർട്ടുകൾക്കിടയിലുള്ള ദൂരത്തെയാണ്. അതായത് രണ്ട് തൂണുകൾ ഉണ്ടെന്ന് കരുതുക. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെയിൽവേ ബ്രിഡ്ജ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ എന്തുമാവട്ടെ, രണ്ട് തൂണുകൾക്കിടയിൽ സപ്പോർട്ടില്ലാതെ നിൽക്കുന്ന ദൂരമാണ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ബ്രിഡ്ജിലെ സ്പാനായിട്ട്, അതായത് ഏറ്റവും അറ്റത്ത് ടച്ചാവുന്ന കോളം മുതൽ അവസാനിക്കുന്ന കോളം വരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മില്ലിമീറ്ററിൽ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, സെന്റിമീറ്ററിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, മീറ്ററിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കിലോമീറ്ററിൽ പറയുകയാണ്. 1.5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. 1.5 കിലോമീറ്റർ ഉള്ള ഒരു റെയിൽവേ പാലമാണ് നമ്മൾ പണിയാൻ പോകുന്നത്. സ്പാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര മീറ്റർ ആയിരിക്കുമെന്ന്. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 mm ആണെന്ന് പല എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയുകയും ചെയ്യും. അപ്പോൾ 1.5 കിലോമീറ്റർ സ്പാനുള്ള ഒരു റെയിൽവേ ബ്രിഡ്ജാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ അത് എത്ര മീറ്റർ ആയിരിക്കും? 1500 മീറ്റർ ആയിരിക്കും. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 mm ആണെങ്കിൽ അത് എത്ര മില്ലിമീറ്റർ ആയിരിക്കും? ഈ പറഞ്ഞ മീറ്ററിന്റെ കൂടെ 1000-ലെ 3 പൂജ്യങ്ങളും കൂടി ചേർക്കണം, അല്ലേ? ഇത്രയും വലിയൊരു സംഖ്യ ഉള്ള മില്ലിമീറ്റർ ഉള്ള ഒരു ബ്രിഡ്ജാണ് നമ്മൾ സ്പാനുള്ള ബ്രിഡ്ജാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം മില്ലിമീറ്റർ പറയുകയാണെങ്കിൽ 15 ലക്ഷം മില്ലിമീറ്റർ ഉള്ള ഒരു ബ്രിഡ്ജാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, കൈകൊണ്ട് വരച്ചത് നിങ്ങൾക്കൊരു ചെറിയ കുഞ്ഞു കോപ്പ പോലെയോ പാത്രം പോലെയോ ഒക്കെ തോന്നുന്നുവെങ്കിൽ അതല്ല. ഏകദേശം സ്പാൻ 1.5 കിലോമീറ്റർ നീളമുള്ളതാണ്, 1500 മീറ്റർ ഉള്ളതാണ്. അല്ലെങ്കിൽ മില്ലിമീറ്ററിൽ പറയുകയാണെങ്കിൽ 15 ലക്ഷത്തോളം മില്ലിമീറ്റർ ഉള്ളതാണ്. അപ്പോൾ ഈ നീളം നമുക്ക് ഏകദേശം ബോധ്യമായി. ഇനി ഈ നീളം കൂടി നമുക്ക് ബോധ്യമാക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ബ്രിഡ്ജിൽ വെള്ളത്തിന്റെ നിലയിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ പൊക്കത്തിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഞാൻ പറഞ്ഞു തന്നു. 1/2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 0.5 കിലോമീറ്റർ ഉള്ളതാണ്. അപ്പോൾ അതിന്റെ ഡെപ്ത്, ആഴമായിട്ട് ഉള്ളത്, വാലിയുടെ മലഞ്ചെരുവിൽ നിന്ന് താഴോട്ട് പുഴയുടെ വെള്ളം വരെയുള്ള ദൂരം, ഡെപ്ത്, ആഴം 0.5 കിലോമീറ്ററാണ്. 0.5 കിലോമീറ്ററാണ്. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണെന്ന് പറഞ്ഞു, 1 മീറ്റർ 1000 മില്ലിമീറ്റർ ആണെന്നും പറഞ്ഞു. അപ്പോ 0.5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 500 മീറ്ററോളം വരുന്നു. അപ്പൊ അത് മില്ലിമീറ്ററിൽ പറയുകയാണെങ്കിൽ അതിന്റെ കൂടെ 1 മീറ്റർ മില്ലിമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഗുണിക്കണം, അല്ലേ? അല്ലെങ്കിൽ 3 പൂജ്യം കൂടി ചേർക്കണം. അപ്പോൾ 0.5 കിലോമീറ്റർ മീറ്റർ ആക്കുമ്പോൾ 500 കിലോമീറ്റർ, മീറ്റർ ആക്കുമ്പോൾ 500 മീറ്റർ, 500 മീറ്റർ മില്ലിമീറ്ററിലോട്ടാക്കുമ്പോൾ 1000-ലെ 3 പൂജ്യങ്ങളും കൂടി ചേർക്കുമ്പോൾ ഇത്രയും വലിയ ഒരു സംഖ്യയായി മാറുന്നു. അതായത് സ്പാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 15 ലക്ഷത്തോളം വരുന്നു. അതിന്റെ ഡെപ്ത്, വെള്ളം വരെയുള്ള ഡെപ്ത് മില്ലിമീറ്ററിൽ പറയുകയാണെങ്കിൽ 5 ലക്ഷത്തോളം മില്ലിമീറ്റർ വരുന്ന ആഴമുള്ള വെള്ളത്തിന്റെ മുകളിലാണ് നമ്മൾ ഈ ഗർഡർ പണിത് അതിന്റെ മുകളിൽ റെയിൽവേ ട്രാക്ക് പണിയുന്നത്. വെള്ളം അടിയിൽ ഈ ലൈൻ വരെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ മുകളിലോട്ട് വെള്ളമില്ല, ഇതിന് താഴോട്ടാണ് വെള്ളം കിടക്കുന്നത്. ആ താഴെ എത്ര ആഴത്തിൽ എന്നുള്ളത് ഞാൻ വരയ്ക്കുന്നില്ല. അപ്പോൾ ഈ റഫായി വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഫാബ്രിക്കേഷനിൽ ഒരു സ്ട്രെങ്തി ഫാബ്രിക്കേഷൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന്റെ ഏകദേശ ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഞാനിപ്പോൾ സ്പാനിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി സ്പാൻ എന്ന് പറഞ്ഞത് എന്താണെന്ന്. രണ്ട് തൂണുകൾക്കിടയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാതെ, യാതൊരു സപ്പോർട്ടും ഇല്ലാതെ നിൽക്കുന്ന ഭാഗമാണ് സ്പാൻ എന്നുള്ളത് പറഞ്ഞു. ഇതിന്റെ ഡെപ്ത്, ഇവിടം മുതൽ ഇവിടം വരെ ഡെപ്ത് 0.5 കിലോമീറ്റർ ആണെന്നുള്ളത് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. സ്പാൻ 1.5 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ 1500 മീറ്റർ ആണ്. 1500 മീറ്റർ എന്ന് പറഞ്ഞാൽ 15 ലക്ഷം കിലോമീറ്റർ ആണെന്ന് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. 15 ലക്ഷം മില്ലിമീറ്റർ ആണ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. തുടർന്ന് പറഞ്ഞത് ഡെപ്ത് 0.5 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. 0.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 500 മീറ്റർ ആണെന്ന് പറഞ്ഞു. 500 മീറ്ററിനെ മില്ലിമീറ്ററിലോട്ടാക്കുമ്പോൾ 5 ലക്ഷം മില്ലിമീറ്റർ എന്ന് വരുമെന്നും നമ്മൾ പറഞ്ഞു. ഇത് പറഞ്ഞതാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണെന്ന് ഏവർക്കും അറിയാം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. 1000 മില്ലിമീറ്റർ കൂടുമ്പോൾ 1 മീറ്റർ ആകുന്നു. അപ്രകാരമുള്ള 1000 മീറ്റർ കൂടുമ്പോൾ 1 കിലോമീറ്റർ ആകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ഗർഡർ പണിയാം? പല വഴികളിലൂടെ പണിയാം. ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം. ഇതുപോലെ ബ്രേസിങ്ങുകളും കാണിച്ചു എന്ന് മാത്രം. അപ്പുറം അതൊന്നും നമ്മൾ തുടങ്ങി വെച്ചിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇത് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു മാത്രം. സാധാരണ നമ്മൾ കാണുന്ന ബ്രിഡ്ജുകൾ എങ്ങനെയാണ്? ഒരു ചെറിയൊരു ടേപ്പറിങ്ങോടുകൂടി മുകളിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഏതാണ്ട് ഇതുപോലെയാണ് പല ബ്രിഡ്ജുകളും. റോഡാകുന്നതിലൂടെയുള്ള പല ബ്രിഡ്ജുകളും ഇതുപോലെയുള്ളതാണ്. പുഴയുടെ മീതെ കൂടി പണിയുന്ന ബ്രിഡ്ജായാലും റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ കൂടി പണിയുന്ന ബ്രിഡ്ജായാലും ഏതാണ്ട് ഇതുപോലെയായിരിക്കും. ഏകദേശം ഞാൻ അപ്രകാരം ഇത് ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു വലിയ ടേപ്പറിങ് കൂടാതെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 11 ഡിഗ്രി പൊക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷെ അതിന്റെ ദോഷവശങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ഒരു റോഡിലെ വാഹനങ്ങൾ പോകുന്ന ഒരു റെയിൽവേ ട്രാക്ക് അല്ല. ഇത് ട്രെയിൻ പോകുന്ന ട്രാക്കാണ്. അപ്പോ ഇതിനൊരു ഗുണമുണ്ടെങ്കിൽ, അതായത് ഇപ്രകാരം ഏകദേശം സെന്റർ പൊങ്ങി വരുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ബെൻഡ് ആവുന്നത് ഇപ്രകാരം ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞു കിട്ടും. ഇപ്രകാരം ചെയ്താൽ പോലും അതിന് ഒരുപാട് കോളങ്ങളോ ബ്രേസിങ്ങുകളോ താഴോട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് വരുന്നവരുള്ള വ്യത്യാസം, ഇതിനെ അപേക്ഷിച്ച് ഇത് ഇത്തിരി കൂടി സ്ട്രെങ്ത് ഉള്ളതാണ്. ബെൻഡ് ആവുന്നത് കുറയും. ഇത് ബെൻഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഉപേക്ഷിക്കുകയേ പറ്റൂ. ഇത് റെയിൽവേ ട്രാക്ക് എന്ന നിലയിൽ ഈ സിസ്റ്റം ഉപേക്ഷിക്കാം. ഈ സിസ്റ്റത്തിൽ സ്ട്രെയിറ്റ് ലൈനിലൂടെ വരുന്ന രീതിയിൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. സ്ട്രെയിറ്റ് ലൈനിലൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു ട്രെയിൻ എന്ന് പറയുമ്പോൾ അതിന് പല ജാതി ട്രെയിനുകളുണ്ട്. എല്ലാം സ്റ്റാൻഡേർഡ് ട്രെയിനുകളാണെങ്കിലും ചില ട്രെയിനുകളിൽ വ്യത്യസ്തമായിട്ട് നീളമുണ്ട്, വ്യത്യസ്തമായിട്ട് വീതിയുണ്ട്, വ്യത്യസ്തമായിട്ട് ഹൈറ്റ് ഉണ്ട്. ചില ട്രെയിനുകളുടെ ഹൈറ്റ് 4255 മില്ലിമീറ്റർ വരെ വരാറുണ്ട്. അതായത് 4 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള, അതായത് അതിന്റെ ഏറ്റവും താഴെയുള്ള വീലിന്റെ ഏറ്റവും താഴെ ഭാഗം മുതൽ അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഷീറ്റ് വരെ, റൂഫ് ഷീറ്റ് വരെ നോക്കിക്കഴിഞ്ഞാൽ 4280 വരെ ഉയരമുള്ള ട്രെയിനുകളുണ്ട്. അപ്പൊ നമ്മളുടെ ട്രാക്ക് ഇത്രയും ദൂരത്ത് കിടക്കുകയാണ്, ഏകദേശം 1.5 കിലോമീറ്റർ. അത് ഈ 4280ഓളം ഉയരമുള്ള ട്രെയിൻ കയറിയാലും അത് ബെൻഡ് ആവരുത്, വളഞ്ഞു പോവരുത്, അപകടം കൂടാതെ യാത്ര വർഷങ്ങളോളം നീണ്ടു നിൽക്കണമെങ്കിൽ അതിന്റെ വീതി ഏറ്റവും കുറഞ്ഞത് 4280 മേൽ ഉണ്ടാവണം. 4285 മേൽ ഉണ്ടാവണം. അപ്പോൾ ഇത് ഞാൻ റഫായിട്ട് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഞാൻ മെഷർമെന്റ് ഇവിടെ കൊടുത്തിട്ടില്ല എങ്കിലും ഇതൊരിക്കലും ശരിയായ രീതിയല്ല. അത് ഈ പറഞ്ഞ മുകളിലൂടെ പോകുന്ന പൈപ്പും അല്ലെങ്കിൽ ഐബീമും അല്ലെങ്കിൽ സ്ക്വയർ ട്യൂബും ഏത് മെറ്റീരിയൽ ആണെന്ന് പോലും നമ്മൾ തീരുമാനമെടുത്തിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ ഓരോരോ ക്ലാസ്സിൽ പറയാം. എങ്ങനെയാണ് ഏത് മെറ്റീരിയൽ എടുക്കുന്നതാണ്
ഉചിതം, ഏത് മെറ്റീരിയൽ, സ്ക്വയർ ട്യൂബ് വേണമോ, ഐ ബീം വേണമോ, ചാനൽ വേണമോ, ആംഗിൾ വേണമോ, പ്ലേറ്റ് വേണമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ട്രക്ചർ, RHS വേണമോ, SHS വേണമോ, ഇനി അതുമല്ല നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കിയ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ വേണമോ എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ തീരുമാനിക്കാം. അപ്പോൾ എന്തെന്നാലും ഇതിൻ്റെ ലോഡ് എടുക്കാൻ സാധ്യതയുള്ളത് മുകളിലത്തെ പൈപ്പും താഴെയുള്ള പൈപ്പും തമ്മിലുള്ള വീതിയാണ്. ഈ വീതി കുറയും തോറും ബെൻഡാവുന്നത് കൂടുതൽ ബെൻഡായി താഴോട്ട് വരും. ട്രെയിൻ വേണമെന്നില്ല, ഒരാൾ നടന്നാൽ പോലും താഴോട്ട് ബെൻഡാവുന്ന രീതിയിൽ ദുർബലമായിരിക്കും മുകളിലത്തെ ലൈനും താഴത്തെ ലൈനും. ഈ മുകളിലത്തെ ലൈനിൽ ഉദ്ദേശിക്കുന്നത് ഒരു പൈപ്പിനെ ആയിരിക്കാം, ഒരു ഐബീമിനെ ആയിരിക്കാം, ഒരു ചാനലിനെ ആയിരിക്കാം, ഒരു ആംഗിളിനെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലേറ്റ് തന്നെ ആയിരിക്കാം. നമ്മൾ അതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല. ഞാൻ അതുകൊണ്ട് പൈപ്പ് എന്നോ SHS എന്നോ RHS എന്നോ ഒന്നും പറയുന്നില്ല. ലൈൻ എന്ന് മാത്രം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതിലൂടെ പോകുന്ന മെറ്റീരിയൽ നമ്മൾ തീരുമാനമെടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന്. ഒക്കെ ഞാൻ പറയുകയാണ്, മുകളിൽ പോകുന്ന ലൈനും താഴെ കൂടി പോകുന്ന ലൈനും തമ്മിലുള്ള വീതി കുറയുന്നതനുസരിച്ച് ഈ 1500 മീറ്ററിന്റെ മധ്യഭാഗത്തുനിന്ന് ബെൻഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇൻബിറ്റ്വീനിൽ ഇടയ്ക്ക് കോളങ്ങൾ കൊടുക്കണമെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. കോളങ്ങൾ കൊടുക്കാതിരിക്കുകയാണെന്ന് കരുതുക, കോളങ്ങളൊന്നുമില്ലാതെ ഇപ്രകാരം പോവുകയാണെന്ന് കരുതുക. അപ്പോൾ ഈ ലൈനും മുകളിലത്തെ ലൈനും താഴത്തെ ലൈനും തമ്മിലുള്ള ഉയരം കുറയുമ്പോൾ ദുർബലമാവുമെങ്കിൽ അത് ശക്തമാക്കാൻ മുകളിലത്തെ ലൈനും താഴത്തെ ലൈനും തമ്മിലുള്ള അന്തരം കൂട്ടണം. ഇവിടെ ഞാൻ കൂട്ടിയിരിക്കുന്നതാണ്, അപ്രോക്സിമേറ്റ് റഫായിട്ട് വരച്ചിരിക്കുന്നത്, റഫ് സ്കെച്ചുകളാണ്. അപ്പോൾ ഈ മുകളിലത്തെ ലൈനും ഈ താഴത്തെ ലൈനും പോകുന്ന ഉയരം ഇത്രയും കൂടിയിട്ടും നമുക്ക് മനസ്സിലാവുന്നത് ആ ട്രെയിൻ ലോഡ് എടുക്കില്ല, കൃത്യം മധ്യഭാഗത്ത് വീണ്ടും ബെൻഡായി പോവാനാണ് സാധ്യത എന്ന്, അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കില്ല, അതിനു മുന്നേ ഇത് നശിച്ചു പോകുമെന്നാണ് സാധ്യതയെങ്കിൽ ഇതിന്റെ വീതി വീണ്ടും കൂട്ടേണ്ടി വരും. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ എത്ര വരെ നമുക്ക് ഏറ്റവും കൂടുതൽ കൂട്ടാം? കൂട്ടിയ വീതി കൂട്ടി വേണമെങ്കിൽ ഈ പുഴയിലെ വെള്ളം കിടക്കുന്ന അവിടം വരെ കൂട്ടുന്ന രീതിയിലാക്കാം. പക്ഷെ അതിന്റെ ദോഷം എന്താണ്? അത്രയും മെറ്റീരിയലുകൾ നശിച്ചു പോവുകയാണ്. അവിടെയാണ് നമുക്ക് കോളങ്ങളെക്കുറിച്ചും ബ്രേസിങ്ങുകളെ കുറിച്ചൊക്കെ പഠിക്കാൻ പോകുന്നത്. ആ കാണിച്ച വാലിയാണിത്, താഴ്വരയാണിത്, മലഞ്ചെരിവാണിത്. ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു ഗർഡർ ആണെങ്കിൽ ആ ഗർഡറിന് ശക്തി പോരാ എന്ന് കരുതി ഗർഡറുകൾ മുട്ടി സ്ഥാപിച്ച് ഏകദേശം വെള്ളത്തിന്റെ സ്ഥലം വരെ സ്ഥാപിച്ചതാണ് കാണുന്നത്. ഇതിന്റെ ദോഷവശം എന്താണ്? വലിയൊരു വർക്കായി മാറുന്നു. അത്രയും സ്ട്രെങ്ത്തിന്റെ ആവശ്യമില്ല, അത്രയും മെറ്റീരിയൽ നശിക്കുന്നു. സാമാന്യ ബുദ്ധിക്ക് നമുക്കത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പോ പിന്നെ എന്ത് ചെയ്യാം? മുമ്പ് പറഞ്ഞതുപോലെ മുകളിലുള്ള ഒരു ഗർഡർ വെച്ചുകൊണ്ട് അതിലേക്ക് ഒരു കോളം കൊടുക്കുന്ന രീതി, ഏതാണ്ട് എല്ലാം റഫായിട്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ മെഷർമെന്റുകളിലേക്ക് പോകുന്നില്ല. ഇതിന്റെ അവസാനം നമ്മൾ ഇതിലെ ഏറ്റവും ചെറിയ ഡെവലപ്മെന്റ്, അതായത് ഇതിപ്പോ ബ്രേസിംഗ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുകയെന്ന് കരുതുക. ബ്രേസിംഗ് ആണെങ്കിൽ ബ്രേസിംഗിന് കൃത്യമായ നീളം മാത്രമുള്ള ഒരു ഡ്രോയിങ് നമ്മൾ വരയ്ക്കും. അതിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ഉയരം, പിന്നെ അതിൽ പ്രൊഫൈൽ കട്ടിംഗ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ, പ്രൊഫൈൽ കട്ടിംഗ്, ആകൃതിയിലുള്ള കട്ടിംഗ് അല്ലേ, തീർച്ചയായിട്ടും ഒരു 45 ഡിഗ്രിയിലോ ഒരു 60 ഡിഗ്രിയിലോ നിശ്ചിത ഡിഗ്രിയിലോ ഇപ്രകാരം ബ്രേസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൈപ്പാവട്ടെ, ചാനലാവട്ടെ, ആംഗിൾ ആവട്ടെ, SHS ആവട്ടെ, RHS ആവട്ടെ, മറ്റേതെങ്കിലും സ്ട്രക്ചർ ആവട്ടെ, അതിന്റെ എൻഡ് തീർച്ചയായിട്ടും ഒരു പ്രൊഫൈൽ കട്ടിംഗ് ഉള്ളതായിരിക്കും, ഒരു നിശ്ചിത ഡിഗ്രിയിലുള്ളതായിരിക്കും, നിശ്ചിത ഷേപ്പിലുള്ളതായിരിക്കും. അപ്പോൾ അതിന്റെ ഉൾപ്പെടെ ഡ്രോയിങ് നമ്മൾ വരയ്ക്കും. ഇതിന് മാത്രമായിട്ടുള്ള ഡ്രോയിങ് നമ്മൾ വരയ്ക്കും. ഇതുപോലുള്ള എത്ര വേണമെന്നും കൂടി കൃത്യമായി നമ്മൾ ഈ പരമ്പര തീരുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കും. എസ്റ്റിമേഷൻ എടുക്കാൻ നമ്മൾ പഠിച്ചിരിക്കും. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കും.
ഈസി മെത്തേഡ്സ് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കും. ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കും. അപ്പോൾ ഇതൊരിക്കലും ശരിയാവുകയില്ല. ചെയ്താൽ സ്ട്രെങ്ത് ഉണ്ടാവുമെങ്കിലും അതിന് നഷ്ടപ്പെടുന്ന മെറ്റീരിയലുകൾ, സമയനഷ്ടമൊക്കെ ഓർക്കുമ്പോൾ ബെൻഡാമിൻ സാധ്യതയുള്ള മധ്യഭാഗത്ത് ഉചിതമായ ഒരു കോളം കൊടുക്കുന്നത് എല്ലാം ഇരുമ്പ് കൊണ്ടാണെന്ന് ഓർക്കണം. ഇതിൽ നമ്മൾ 95% ഭാഗത്ത് നമ്മൾ ഇരുമ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എവിടെയാണ് നമ്മൾ കോൺക്രീറ്റ് ഉപയോഗിക്കാൻ പോകുന്നത്? ഈ ഗർഡർ വന്ന് ടച്ചാവുന്ന പോയിന്റ് ഉണ്ടല്ലോ ഭൂമിയുമായിട്ട്, ഈ മലഞ്ചെരിവുമായിട്ട്, ആ മലഞ്ചെരിവിൽ നമ്മൾ കോൺക്രീറ്റ് പണിതിട്ടുണ്ടാവും. ആ കോൺക്രീറ്റിലാണ് ഈ ഗർഡർ വന്നിരിക്കാൻ പോകുന്നത്. അതുപോലെ ഇവിടെയും എവിടെയൊക്കെ കോളം പണിയുന്നോ ആ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നൊഴിച്ച് ബാക്കി മുഴുവൻ നമ്മൾ ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനും ഭേദപ്പെട്ട ഒരു രീതിയായിരിക്കും. പക്ഷേ ഇതിലുള്ള തകരാർ എന്താണ്? കൃത്യം മധ്യഭാഗത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ താഴെ വെള്ളമാണെന്നുള്ള ഒരു ദോഷമുണ്ട്. അവിടെ സോയിൽ, മണ്ണ്, അതിൻ്റെ ശക്തി പരിശോധിക്കേണ്ടതുണ്ട്. അതെവിടെയായാലും പരിശോധിക്കണം. ഇവിടെയായാലും മലഞ്ചെരിവായാലും പരിശോധിക്കണം. സോയിൽ ടെസ്റ്റിംഗ് നടത്തും. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും പിന്നീട് എപ്പോഴെങ്കിലും. മണ്ണ് പരിശോധന നടത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കും. അത് സിവിൽ ഫീൽഡുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെങ്കിലും ഞാൻ ഫാബ്രിക്കേഷൻ മാത്രമായ കാര്യമേ പഠിക്കൂ എന്ന് പറഞ്ഞു പോകുന്നത് ശരിയല്ല. ഒരു ഫാബ്രിക്കേറ്റർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഫാബ്രിക്കേഷൻ എന്തുമെല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ, ഫാബ്രിക്കേഷന്റെ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ അപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു: ഫാബ്രിക്കേഷൻ ഏതെല്ലാം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഓരോരുത്തരോടും ഓരോ ചോദ്യം ചോദിച്ചു, ഉത്തരം പറയാൻ പറഞ്ഞു. ഒറ്റ ഉത്തരം ഓരോരുത്തരും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഫാബ്രിക്കേഷൻ ഫിസിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, കാരണം ഫിസിക്സുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഓക്കെ, അടുത്ത ആളോട് ഉത്തരം പറയാമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഉത്തരവും ശരിയാണ്, കാരണം കെമിസ്ട്രിയുമായി ബന്ധമില്ലേ? ലോഹം ഒരു മൂലകം അല്ലേ? രസതന്ത്രവുമായി ബന്ധപ്പെട്ടതല്ലേ? വെൽഡിംഗ് റോഡ് രാസപദാർത്ഥങ്ങൾ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്? വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസുകൾ, അത് CO2 ആവട്ടെ, ആർഗൺ ആവട്ടെ, അല്ലെങ്കിൽ ഗ്യാസ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസുകൾ പ്രൊപ്പൈൻ ആവട്ടെ, അല്ലെങ്കിൽ LPG ആവട്ടെ, അല്ലെങ്കിൽ അസ്റ്റിലിൻ ആവട്ടെ, അങ്ങനെ കെമിക്കലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഒരു കുട്ടി പറഞ്ഞ ഉത്തരം വളരെയധികം ശരിയാണ്. കെമിസ്ട്രിയുമായിട്ടെന്ന് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഓരോരുത്തരും അടുത്തടുത്ത ചോദ്യങ്ങൾ ഉത്തരം പറയാൻ തുടങ്ങി. ഫിസിക്സ്, കെമിസ്ട്രി, വേറൊരാൾ ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു, അതായത് മാത്തമാറ്റിക്സ്. വേറൊരാൾ പറഞ്ഞു സോളിഡ്സ്, അതായത് നമ്മൾ വോളിയവും വ്യാപ്തവും വെയിറ്റുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഗണിതശാസ്ത്രത്തിലെ ശാഖയുമായി. അങ്ങനെ പല വിഷയങ്ങൾ പറഞ്ഞ് അറ്റത്തെ ആൾക്ക്, ഏറ്റവും അവസാനത്തെ ആൾക്ക് എത്തിയപ്പോൾ അയാൾക്ക് ഒന്നും പറയാനില്ലാതെ ഒട്ടുമിക്ക വിഷയങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ അവസാനത്തെ ആൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ വന്നപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ഉത്തരം പറയൂ എന്ന് അധ്യാപകൻ പറഞ്ഞപ്പോൾ അയാൾ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി പറഞ്ഞ ഉത്തരം ഫാബ്രിക്കേഷൻ സർക്കസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. പൊതുവെ എല്ലാവരും ചിരിച്ചു, പക്ഷെ അധ്യാപകൻ മാത്രം ചിരിച്ചില്ല. അധ്യാപകൻ പറഞ്ഞു ഫാബ്രിക്കേഷൻ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഒട്ടുമിക്ക വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സർക്കസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർക്കസിൽ നമ്മൾ എന്താണ് കാണുന്നത്? സാധിക്കാത്ത കാര്യങ്ങൾ കണ്ണുപൂട്ടി ചെയ്യുന്നവർ, സാധിക്കാത്ത സ്ഥലത്ത് കൂടി സൈക്കിൾ ഓടിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും
രീതിയിൽ ചാടുന്നവർ, അല്ലെങ്കിൽ കൈകൊണ്ട് കാൽ കൊണ്ട് അഭ്യാസം കാണിക്കുന്നവർ, ഇവർ എങ്ങനെ ഈ രീതിയിൽ ആയിത്തീർന്നു? അത് ഒരു ദിവസത്തെ പരിശീലനം കൊണ്ടല്ല, പല ദിവസത്തെ പരിശീലനം കൊണ്ടും മാത്രമല്ല, അത് എപ്രകാരമായിരിക്കണം എന്ന് ചിന്തിച്ച് അതനുസരിച്ച് പഠിച്ചത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി തരാൻ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ഒരു കുട്ടി കല്ല് പോലത്തെ, കുഞ്ഞു കല്ലുകൾ പോലത്തെ കുറെ ഗോളികൾ, അതായത് കച്ചി എന്നൊക്കെ പറയുന്ന സാധനം വാരിയെടുത്തിട്ട് മുകളിലേക്ക് എറിഞ്ഞു. മുകളിൽ നിന്ന് താഴെ വീഴുന്നതിന് മുമ്പ് ആ കുട്ടി പറഞ്ഞു 56 എണ്ണം, 56. അത് കൃത്യമായിരുന്നു. ആ കുട്ടിക്ക് എങ്ങനെ അത് പറയാൻ പറ്റി? വേറൊരു കൂട്ടം കച്ചി ഇതുപോലെ എടുത്തിട്ട് വീണ്ടും എറിഞ്ഞു. അപ്പോഴും ഒരു നമ്പർ പറഞ്ഞു, 47എന്നോ 62എന്നോ 38എന്നോ, ഏത് നമ്പർ പറയുന്നോ ആ പറയുന്ന നമ്പർ കൃത്യമായിരുന്നു. ഈ കുട്ടിക്ക് ഈ കഴിവ് എങ്ങനെ കിട്ടി? അതായത് സർക്കസിലെ ഒരാൾക്ക് എങ്ങനെ ആ കഴിവ് കിട്ടി? ഒരു ദിവസത്തെ പരിശീലനം കൊണ്ടല്ല, പല ദിവസത്തെ പരിശീലനം കൊണ്ട് അവർക്ക് കിട്ടിയതാണ്. ഈ കുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കുട്ടി ചിലപ്പോൾ ആദ്യം ഒരു കച്ചി മാത്രം മുകളിലേക്കിട്ട് എണ്ണാൻ പഠിച്ചതായിരിക്കാം. അത് എണ്ണം കൂട്ടി, ചിലപ്പോൾ 2 ആക്കി, 3 ആക്കി. ഇനി എണ്ണം കൂടുന്നതിനനുസരിച്ച് എണ്ണാൻ തിട്ടപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ, ഇത്രയും എമൗണ്ട് മുകളിലേക്ക്, ഇത്രയും അളവ് പോയി എങ്കിൽ അത് എത്രയായിരിക്കുമെന്ന് ധൈര്യപൂർവം, ആ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ, ധൈര്യപൂർവം പറയാൻ പഠിച്ചു. അത് ശരിയായി വരുന്നതിന്റെ തോതനുസരിച്ച് അത് കൃത്യമായി വന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ കഥ മനസ്സിലായെങ്കിൽ വേറൊരു കാര്യം കൂടി പറയാം. ഒരു കിളയ്ക്കാൻ വരുന്ന ഒരാളുണ്ട്. ഇത് എന്നോട് ഫാബ്രിക്കേഷൻ ഫീൽഡിലെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കിളയ്ക്കാൻ വരുന്ന, വലിയ പറമ്പുള്ളൊരു ഭവനമാണത്, കിളയ്ക്കാൻ വരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ളതാണ്. കയ്യിലൊരു വാച്ചില്ല. കൃത്യം 12:30 മണിക്ക്, ഉച്ചമണിക്ക് 12:30 മണിക്ക് അയാൾ ജോലി നിർത്തും, കൈ കാൽ കഴുകി ഭക്ഷണം കഴിക്കാൻ പോകും. നിങ്ങൾ ഓർക്കണം, അയാളുടെ കയ്യിൽ വാച്ചില്ല. അയാളോട് ആരും വന്ന് സമയമായെന്ന് പറയുന്നില്ല. പിന്നെ അയാൾക്ക് ഇങ്ങനെ കൃത്യം 12:30 തന്നെ നിർത്താൻ പറ്റുന്നു. അയാൾ പരിശീലനം കൊണ്ട് നേടിയതാണ്. ഒരു ദിവസത്തെ പരിശീലനം കൊണ്ടല്ല, പല ദിവസത്തെ പരിശീലനം കൊണ്ട്. അയാൾ സൂര്യന്റെ ചൂടും സൂര്യനിൽ നിന്ന് വരുന്ന നിഴലും നോക്കുന്നുണ്ടായിരിക്കാം. അത് ഒരു ദിവസം കൊണ്ട് ആർക്കും സ്വായത്തമാകുന്നില്ല. മുമ്പ് ആ കുട്ടി മുകളിലേക്ക് കച്ചുകൾ എറിയുകയും താഴെ വീഴുന്നതിന് മുമ്പ് കൃത്യമായി പറയുന്നതും പോലെ. അപ്പൊ അതുപോലെ തന്നെയായിരിക്കണം ഫാബ്രിക്കേഷനിലെ ഓരോ ഓപ്പറേഷനും. ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്യുകയാണെന്ന് കരുതുക, ബിവൽ അടിക്കുകയാണെന്ന് കരുതുക, ഒരു നിശ്ചിത ഡിഗ്രിയിൽ അടിക്കുകയാണെന്ന് കരുതുക. ഇടയ്ക്കിടെ നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്, പ്രസ്തുത 45 ഡിഗ്രിയിലായോ, അല്ലെങ്കിൽ 60 ഡിഗ്രിയിലായോ, 60 ഡിഗ്രിയിലായോ, അല്ലെങ്കിൽ 30 ഡിഗ്രിയിലായോ, അല്ലെങ്കിൽ നിശ്ചിത ഡിഗ്രിയിലായോ. ഇടയ്ക്കിടെ ചെക്ക് ചെയ്യേണ്ടി വരുന്നു. അതെന്തുകൊണ്ട്? പരിശീലനത്തിന്റെ കുറവ്. പരിശീലനം സിദ്ധിച്ചാൽ ഇടയ്ക്കിടെയുള്ള ചെക്കിങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ട് ആ നിശ്ചിത ഡിഗ്രി, ഏത് ഡിഗ്രിയിൽ എത്തുന്നുവോ ആ ഡിഗ്രിയിൽ എത്തുന്നവരെ ഗ്രൈൻഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് ബി ദ ഡോക്ടർ ഓഫ് അയൺ എന്ന വാക്ക് സ്വായത്തമാകുന്നത്. അതായത് ഈ എപ്പിസോഡിന്റെ പേര് സ്ട്രെങ്ത് ഫാബ്രിക്കേഷൻ എന്നാണെങ്കിൽ മലയാളത്തിൻ്റെത്, ഇംഗ്ലീഷ് വേർഷന്റെ പേര് ബി ദ ഡോക്ടർ ഓഫ് അയൺ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി ഇടയ്ക്കിടെ ചെക്ക് ചെയ്യാതെ ഗ്രൈൻഡ് ചെയ്യുകയും ഗ്രൈൻഡിങ്ങിന്റെ അവസാനം ചെക്ക് ചെയ്യുമ്പോൾ അത് ഏത് ഡിഗ്രിയിൽ വേണമോ, എത്ര അളവിൽ കുറയണമോ, ഗ്രൈൻഡ് ചെയ്ത് മെറ്റൽസ് കുറയണമോ ആ അവസ്ഥ എത്തുന്ന രീതിയിൽ ഒറ്റ പ്രാവശ്യത്തെ ചെക്കിങ്ങിലൂടെ അയാൾക്ക് സാധിച്ചാൽ അയാളുടെ പേരാണ് പെരുന്തച്ചൻ. ഹി ഹാസ് ബിക്കം ദ പെരുന്തച്ചൻ ഓഫ് അയൺ. അയാൾ ലോകത്തിന്റെ പെരുന്തച്ചനായി മാറിയിരിക്കുന്നു.
അയാൾ ലോകത്തിന്റെ ഡോക്ടറായി മാറിയിരിക്കുന്നു. അപ്പോൾ ഒരവസ്ഥ വരുമ്പോൾ രണ്ടാണ് ഗുണം. രണ്ടാമത്തെ ഗുണം എന്ന് പറയുമ്പോൾ അനാവശ്യമായ ചെക്കിങ്ങിലൂടെ നഷ്ടപ്പെടുന്ന സമയം ഒഴിവാക്കാം. അപ്പൊ എന്നോട് നിങ്ങൾ തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. അങ്ങനെ നോക്കിയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് പരിശോധിക്കുന്ന 1 സെക്കൻഡ് നേരമല്ലേ, അല്ലെങ്കിൽ 2-3 സെക്കൻഡ് നേരമല്ലേ എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ഇപ്രകാരമുള്ള നിരവധി 1 സെക്കൻഡുകൾ ചേരുമ്പോൾ അല്ലെങ്കിൽ 2 സെക്കൻഡുകൾ ചേരുമ്പോഴാണ് മനസ്സിലാക്കുക 10 സെക്കൻഡ് ആവുന്നത്, അല്ലെങ്കിൽ 100 സെക്കൻഡ് ആവുന്നത്, അല്ലെങ്കിൽ നിശ്ചിത മിനിറ്റ് ആവുന്നത്, അല്ലെങ്കിൽ മണിക്കൂറാവുന്നത്, ദിവസങ്ങളാവുന്നത്, മാസങ്ങളാകുന്നത്, വർഷങ്ങളാവുന്നത്. അപ്പൊ എത്ര സമയം ലഘൂകരിച്ചുകൊണ്ട് അനാവശ്യമായ വിയർപ്പൊഴുക്കാതെ, അതിനാണ് നമ്മൾ ജിഗ് ഉപയോഗിക്കുന്നത്, അതിനാണ് നമ്മൾ ഫിക്സർ ഉപയോഗിക്കുന്നത്, അതിനാണ് നമ്മൾ ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നത്. എന്ത് രീതിയിൽ ചെയ്യണമെന്ന് പഠിച്ച് മുന്നോട്ട് പോകുക, അതായിരിക്കും നല്ലൊരു ഫാബ്രിക്കേറ്ററുടെ ലക്ഷണം, അതാണ് നല്ലൊരു ഫാബ്രിക്കേഷൻ സൂപ്പർവൈസറുടെ ലക്ഷണം, അതാണ് നല്ലൊരു ഫാബ്രിക്കേഷൻ എഞ്ചിനീയറുടെ ലക്ഷണം. ഇത്തിരി കൂടി പറഞ്ഞാൽ അതാണ് ഫാബ്രിക്കേഷൻ സയന്റിസ്റ്റിന്റെ ലക്ഷണം. അയാൾ ഒരിക്കലും വെറും ശമ്പളത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന വ്യക്തിയല്ല, അയാൾ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിനുള്ള ബലഹീനത നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇപ്രകാരം ഒരു കോളം വെച്ചു കഴിഞ്ഞാൽ ഈ വെക്കുന്ന ഗർഡർ അതിന്റെ ഉയരം, അതായത് മുകളിലത്തെ ലൈനും താഴത്തെ ലൈനും, ലൈൻ എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ മുകളിലത്തെ ലൈനും താഴത്തെ ലൈനും തമ്മിലുള്ള ഉയരം ഇപ്രകാരം ഒരു കോളം വെക്കുന്ന സ്ഥിതിക്ക് കുറയ്ക്കാം. ഈ കോളങ്ങളുടെ എണ്ണം വീണ്ടും കൂട്ടുകയാണെങ്കിൽ, ഇവിടെയും ഒരു കോളം ഉണ്ടെന്ന് കരുതുക, വീണ്ടും ഈ 2 ലൈനുകളും തമ്മിലുള്ള ഉയരം കുറക്കാം. എത്ര കോളങ്ങൾ കൂടുന്നുവോ അതനുസരിച്ച് കുറക്കാം. പക്ഷേ നമ്മൾ എസ്റ്റിമേഷൻ എടുത്ത് നോക്കുമ്പോൾ കോളങ്ങളുടെ എണ്ണം കൂട്ടുന്നത് വലിയൊരു നഷ്ടമാണെന്ന് തോന്നുന്ന പക്ഷം നമുക്ക് കോളങ്ങളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. അതോടൊപ്പം ഈ 2 ലൈനുകൾക്കും ഇടയിലുള്ള ഉയരം കൂട്ടേണ്ടിയും വരും. അത് എസ്റ്റിമേഷനിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എസ്റ്റിമേഷൻ ചെയ്ത് നോക്കണം. ഈ സിസ്റ്റത്തിലൂടെ ചെയ്താൽ എത്ര മെറ്റീരിയൽ ആവും, എത്ര മാൻ പവർ ആവും, എത്ര ചിലവ് വരും, അങ്ങനെയെല്ലാം ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എത്ര മെറ്റീരിയൽ വരും, എത്ര മാൻ പവർ വേണ്ടി വരും, എത്ര ടൈം എടുക്കും, ഏത് സിസ്റ്റത്തിലൂടെയും. ഈ സിസ്റ്റത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം, അതെല്ലാം ചെയ്ത് നോക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഈ സിസ്റ്റത്തിലേക്കാണെങ്കിലോ ഒരുപക്ഷെ ഇതിനേക്കാളും ഭേദപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ വെള്ളത്തിലേക്ക് നമ്മൾ കോളം കൊടുക്കുമ്പോൾ വെള്ളത്തിന് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. പറഞ്ഞു, മുഴുവൻ വെള്ളമുള്ള ഏരിയ അല്ല, താഴെ ഭാഗം മാത്രമേ ഉള്ളൂ. ഏതാണ്ട് വെള്ളം മുഴുവൻ ഡിസ്റ്റർബൻസ് ആവും ഒരു കോളം പ്രകാരം കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചിന്തിച്ചു പോവാവുന്നതേ ഉള്ളൂ. കാരണം ഏറ്റവും താഴെ നിന്നല്ല കൊടുക്കുന്നത്, ഏകദേശം മധ്യഭാഗത്ത് നിന്നാണ്. മെഷർമെന്റ് ഒന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് മെറ്റീരിയൽ കുറഞ്ഞു, എന്നാൽ ഇത് സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടു. ഏതാണ്ട് ഇതിന് തുല്യമായ മെറ്റീരിയലേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. മധ്യഭാഗത്തു നിന്നാണ്, ഏകദേശം മധ്യഭാഗത്തു നിന്നാണ് കൊടുക്കുന്നതെങ്കിലും അതൊരു ബ്രേസിംഗ് ആയി മാറുന്നു. ഇപ്രകാരമുള്ള ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ബ്രേസിംഗ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ശക്തി എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മറ്റൊരു ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. എങ്കിലും റഫായിട്ട് ഓർത്തിരിക്കുക. ഒരു 2 ലൈനുകൾ, ഇപ്പോൾ ഇവിടെ പോകുന്ന ഈ 2 ലൈനുകൾ, ഇവിടെ ഒരു ലൈൻ പോകുന്നു, ഇവിടെ ഒരു ലൈൻ പോകുന്നു. ഈ ലൈനുകളെ നീളവും ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളൂ എന്ന് കരുതുക, ഇവിടെ മുതൽ ഇവിടം വരെ നീളമുള്ളൂ എന്ന് കരുതുക. ഇവയെ തമ്മിൽ കൃത്യം വെർട്ടിക്കൽ ലൈനിലാണ് ബന്ധിക്കുന്നതെന്ന് കരുതുക. ഇങ്ങനെ ബ്രേസിംഗ് നിശ്ചിത ഡിഗ്രിയിൽ കൊടുക്കുന്നതിന് പകരം ഇപ്രകാരം ഒരു വെർട്ടിക്കൽ ലൈനാണ് കൊടുക്കുന്നതെന്ന് കരുതുക. ഇവിടെയും കൊടുക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഏകദേശം ഒരു റെക്ടാങ്കുലർ ഷേപ്പായി, ചതുരാകൃതിയായി, ഇവിടം മുതൽ ഇവിടം വരെ, ഇവിടം മുതൽ ഇവിടം വരെ, ഇവിടം മുതൽ ഇവിടം വരെ, ഇവിടം മുതൽ ഇവിടം വരെ. അതിനാണോ ശക്തി? ഇത്രയും ഭാഗത്ത് ഒരു ട്രയാങ്കിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ടും ലോക്കായി പോകുന്നു എന്നുള്ളതാണ്. ഇപ്രകാരം ചതുരാകൃതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ, ഞാനിവിടെ വരച്ച് കാണിച്ചിട്ടില്ല, മറ്റൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് വിവരിക്കാം. ചതുരാകൃതിയിൽ കൊടുക്കുന്നതെങ്കിൽ ചതുരാകൃതിയുടെ ഈ മൂലയിൽ നിന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, മറ്റു മൂലയിൽ കൊടുത്തു കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ടും ഈ രണ്ട് മൂലകളും അടുക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി. ഇതൊരു ഫ്ലാറ്റ് ആണെന്ന് കരുതുക, ഇതും ഫ്ലാറ്റ്, ഇതും ഫ്ലാറ്റ്. ഈ ഫ്ലാറ്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് വെൽഡിംഗ് മുഖേനയല്ല, ഒരേ ഒരു ബോൾട്ട് മുഖേനയാണെന്ന് കരുതുക. തീർച്ചയായിട്ടും കോർണർ ടു കോർണർ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആകൃതി മാറും. എന്നാൽ ത്രികോണാകൃതിയാണെന്ന് കരുതുക. ഇവിടം മുതൽ ഇവിടം വരെയും, ഇവിടം മുതൽ ഇവിടം വരെയും, ഇവിടം മുതൽ ഇവിടം വരെയും മാത്രം ത്രികോണാകൃതിയാണെന്ന് കരുതുക. ഇതിന്റെ ശക്തി മനസ്സിലാക്കാനും നിങ്ങൾ ഇതൊരു ഫ്ലാറ്റ് കൊണ്ടുണ്ടാക്കുക. ഇവിടം മുതൽ ഇവിടം വരെ ഫ്ലാറ്റ്, ഇവിടം മുതൽ ഇവിടം വരെ ഫ്ലാറ്റ്, ഇവിടം മുതൽ ഇവിടം വരെ ഫ്ലാറ്റ്. അതിൽ ഹോൾ ഇട്ടിട്ട്, തുളയിട്ടിട്ട്, അതും വെൽഡ് ചെയ്യാതെ ബോൾട്ടിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ ബന്ധിപ്പിക്കുക. നിങ്ങൾ മുമ്പ് ചെയ്തതുപോലെ ദീർഘചതുരാകൃതിയിലുള്ള ഫ്രെയിമിന് നിങ്ങൾ ഇവിടെ മുതൽ ഫോഴ്സ് കൊടുത്തതുപോലെ ഇതിൽ ഫോഴ്സ് കൊടുത്താൽ അതിനുശേഷം അത് അനങ്ങില്ല. ഒരു ചെറിയ പോലും അതിന് ഉള്ളിലേക്ക് വലിയാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഞാനിവിടെ വരച്ച് കാണിച്ചിട്ടില്ല, മറ്റൊരു എപ്പിസോഡിൽ അത് കാണിക്കാം. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഇത് ഇപ്രകാരം ബ്രേസിംഗ് കൊടുക്കുമ്പോൾ അത് ട്രയാങ്കിൾ ഷേപ്പിലായി തീരുന്നു, കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇതിനേക്കാളും ഭേദപ്പെട്ടതാണ് ഇതെന്ന് പറയാം. ഇനി ഇത് തന്നെ ഇത്രയും കൂടി ഭേദപ്പെട്ടതാണ്. ഈ പറഞ്ഞ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബ്രേസിംഗ് ഇത് ഇവിടെയുണ്ട്. ഇതൊറ്റ ലൈനെ ഞാൻ വരച്ച് കാണിക്കുന്നുള്ളൂ. ഇതുപോലെ ക്രോസ് ആയിട്ട് വരുന്ന ബ്രേസിങ്ങുകളൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്രകാരം തന്നെ ചെയ്യണോ, അത് ഇപ്രകാരം ചെയ്യണോ എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. അപ്പോൾ